അപ്പോൾ ഈ ഒരു ഡ്രോയിങ് കുറച്ചായിരുന്നു ചോദിച്ചിട്ട് നമ്മൾ ഓരോ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നീട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഡ്രോയിങ് നമ്മൾ നോക്കി ചെയ്തു പോകുന്നുണ്ട് മാക്സിമം. പിന്നെ വളരെ ചുരുക്കം ചില കമൻറ്റുകൾ മാത്രമേ വിട്ടുപോകാറുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞത് ഞാൻ വരച്ചില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റായിട്ട് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് വരയ്ക്കുന്ന ഡ്രോയിങ്ങിലൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ വീഡിയോയും കാണുന്ന സമയത്ത് ഫുള്ളായിട്ട് തന്നെ കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും, പിന്നെ ഡ്രോയിങ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൂടുതലായിട്ടും ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. മാക്സിമം ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പം ഡ്രോയിങ് വീഡിയോസ് കണ്ടിട്ട് ഡ്രോയിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഡ്രോയിങ് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആകുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ഔട്ട്ലൈൻ്റെ പാർട്ടാണ് കൂടുതൽ ആൾക്കാരും കാണുന്നത്. അപ്പം ഔട്ട്ലൈൻ്റെ പാർട്ട് കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ള പാർട്ടൂടെ കണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഷെയ്ഡിങ്ങിൻ്റെ പാർട്ടായാലും അല്ലെങ്കിൽ മുടി വരയ്ക്കുന്ന ആ ഒരു പാർട്ടാണല്ലോ, നമ്മൾ ഓരോ പാർട്ടും ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരുപാട് വീഡിയോ ലോങ് ആക്കി കൊണ്ടുപോകുന്നില്ല, മാക്സിമം ചെറിയ ചെറിയ പാർട്ടായിട്ട് ഉൾപ്പെടുത്തുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും എളുപ്പം. ഓരോ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോറടി ഇല്ലാണ്ട് ഇരുന്ന് കാണാനും ഒക്കെ ചെറിയ പാർട്ടായിരിക്കും നല്ലതെന്ന് എഴുതിയിട്ടാണ് ഞാൻ വീഡിയോസ് ഷോർട്ടാക്കി അല്ലെങ്കിൽ ഇവിടെ ലോങ് ആക്കാണ്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 3-4 പാർട്ടൊക്കെ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക, ഓരോ വീഡിയോസും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക.